മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. സുഭാഷ് തങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. അലസത ഒരുവനെ ഗാഢനിദ്രയിലാക്കുന്നു, മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. എങ്ങനെ മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. ശരിയാണോ ബ്രദറെ? 100% ശരി എന്ന് കേൾക്കുന്ന നിങ്ങൾ പറയും. ഇതാ ഒരു കഥ ഓർമ്മ വരികയാണ്. അതായത് വളരെ അധ്വാനിയും ദൈവാശ്രയമുള്ള ഒരു അപ്പൻ്റെ ജീവിതകഥ. അപ്പോൾ ഈ അപ്പൻ്റെ ഒരു സങ്കടം ഇതാണ്. അന്ത്യ നിമിഷമായപ്പോഴും 2 മക്കളും അപ്പൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി കുടുംബം നോക്കുന്നത് കൊണ്ട് ഈ 2 മക്കളും മടിയന്മാരായി തിന്ന് കൊഴുത്തിരിക്കുകയാണ്. ഒരു ജോലിക്കും പോകുന്നില്ല, ഒന്നും അനുസരിക്കുന്നില്ല. പക്ഷെ വേറെ ശല്യമൊന്നുമില്ലല്ലോ. എങ്ങനെ എത്ര നാൾ ഇവരെ കാത്തു വെച്ചുകൊണ്ട് ആര് നോക്കും? ഈ അപ്പൻ്റെ കാലം കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? അങ്ങനെ അപ്പൻ്റെ ജീവിത അവസാനമെടുത്തു. മരണനേരമായപ്പോൾ അപ്പൻ ഈ മക്കളെ 2 പേരെയും വിളിച്ച് ഇതാ പറമ്പിൽ ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്ന് നല്ല ഓർമ്മയില്ല. അങ്ങനെ അപ്പൻ മരിച്ചു. ഈ അപ്പൻ്റെ മരണശേഷം ഇനി വേറെ വാരാഗ്യം വഴികളൊന്നും ഇല്ലല്ലോ. ഇതാ അപ്പൻ നല്ല സുഭിക്ഷമായിട്ട് തീറ്റിപ്പോറ്റി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ അപ്പം പറഞ്ഞ നിധി അന്വേഷിച്ച് അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പറമ്പ് മുഴുവൻ ഇവർ കിളച്ച് മറിക്കാൻ വേണ്ടി തുടങ്ങി. മടിയന്മാരാണ്, വേർപ്പിൻ്റെ അസുഖമുണ്ട്. അതായത് നെറ്റി വേർക്കാൻ ഇവർക്ക് അധികം പാടില്ല. വേർത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ പണിയെടുത്ത് ശീലിച്ചിട്ടില്ല. എന്നാലും നിധിയല്ലേ, കിട്ടിയ പിന്നെ ഇരുന്ന് കഴിയാലോ എന്ന് വിചാരിച്ച് ഈ മക്കൾ മാറി മാറി പറമ്പ് മുഴുവൻ കിളച്ച് ഉഴുത് മറിച്ച് പണിയെടുത്തു. അവശരായി, ഒന്നും കിട്ടുന്നില്ല. ദിനരാത്രങ്ങൾ നീണ്ട ബുദ്ധിമുട്ട് മാത്രം. അവസാനം ഈ മടിയന്മാരായ ഈ മക്കൾ 2 പേരും കൂടെ തീരുമാനിക്കുകയാണ്. മടിയന്മാരെന്ന് ഇനി എങ്ങനെ പറയും? അതുപോലെ മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞതുപോലെ നിധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കാമെന്നാണ് ഇവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ മടിയന്മാർ 2 പേരും കൂടെ തീരുമാനിച്ചു, എന്തായാലും അപ്പം പറഞ്ഞ നിധി ഇനി തിരയാൻ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് പറഞ്ഞ പോലെ ഇനി ഈ പറമ്പിൽ കിളച്ച് മറിക്കാത്ത ഒരു ഇടവുമില്ല. അവസാനം ഇനി കിടപ്പാടം കൂടെ കുത്തിപ്പറിച്ച് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാൻ എന്തായാലും വഴിയില്ല, കുത്തിമറിച്ച് കളയേണ്ടി വരും. അങ്ങനെ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് പറഞ്ഞതുപോലെ തപ്പാൻ ഒരിടവുമില്ല. 2 പേരും കൂടെ തീരുമാനിച്ചു, ഒരു പണി ചെയ്യാം, അപ്പൻ്റെ വഴിയെ നമുക്ക് പോകാം. അപ്പനൊരു കർഷകനായിരുന്നല്ലോ. അതുപോലെ ഇവർ വിത്തിറക്കാൻ വേണ്ടി തുടങ്ങി. നല്ലോണം ഉഴുതു മറിച്ച ഭൂമി നല്ല ഫലപുഷ്ടിയായില്ലേ? ഉഴുത് മേൽകെടു മറിച്ച് കഴിഞ്ഞപ്പോൾ മറിച്ച ഈ ഭൂമിയിൽ നിധി എന്തായാലും കിട്ടിയില്ല. ഈ വിത്ത് ഈ മക്കൾ പാകാനായിട്ട് തുടങ്ങി. എന്തായാലും ഉഴുതു മറിച്ചതല്ലേ, വിത്തൊക്കെ പാകി. ആ നാട്ടിലെങ്ങും ആർക്കും കിട്ടാത്ത അത്ര രീതിയിൽ വിളവ്. എന്തായാലും വിത്ത് പാകിയതല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കിട്ടണ്ടേ? അവർ കഷ്ടപ്പെട്ടു, നല്ല വിളവ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഈ മക്കൾ 2 അധ്വാനശീലരായിത്തീർന്നു. അതായത് മരിക്കുന്നത് വരെ ഈ മക്കളെ കൊണ്ടൊന്ന് നെറ്റി വേർപ്പിക്കാൻ താൻ കഷ്ടപ്പെട്ട്, ചില മാതാപിതാക്കളുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മക്കളെ കഷ്ടപ്പെടുത്താൻ പാടില്ല, ശുദ്ധ അസംബന്ധം എന്ന് പറയും. ഇതിനേക്കാൾ വലിയ പോഷത്വമൊന്നുമില്ല. ഞാൻ ഈ ജയിലിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പല അവസരങ്ങൾ ജനമൈത്രി പോലീസായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ ജയിൽ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നല്ല മിടുമിടുക്കന്മാർ, നല്ല തടിമാടന്മാർ, നമ്മുടെ രാജ്യത്തിൻ്റെ, നാടിൻ്റെ, സഭയുടെയൊക്കെ നല്ല സമ്പത്തായ പിള്ളേർ പലരും അതിൻ്റെ അകത്ത് നിറഞ്ഞു കിടക്കുകയാണ്. നിറഞ്ഞു കിടക്കണ പോലെ. ഇതാ ഇരട്ടിക്കിരട്ടിയ സ്ഥലമില്ല അതിൻ്റെ അകത്ത് കൊള്ളാൻ. പക്ഷെ കൊള്ളിക്കണ്ട എവിടെയെങ്കിലും. കാരണം നല്ലത് പലതും അധ്വാനിക്കാതെ എളുപ്പത്തിൽ ഭക്ഷിക്കാൻ പല വഴിയും അന്വേഷിച്ച് എളുപ്പം പണക്കാരനാകാൻ മയക്കുമരുന്ന് കച്ചവടത്തിലും ഗുണ്ടാ മാഫിയയിലും കുഴൽപ്പണത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ എളുപ്പം കാശുകാരാകാൻ, വേർക്കാതെ ഭക്ഷിക്കാൻ വേണ്ടി എളുപ്പ വഴികൾ, കുറുക്ക് വഴികൾ അന്വേഷിച്ച് ചെന്നെത്തിയത് ജയിലിലാണ്. ഓർക്കുക. അതുകൊണ്ട് അധ്വാനിക്കാതെ ഭക്ഷിക്കാൻ നമുക്ക് പറ്റത്തില്ല. വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. സുഭാഷ് തങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 33-34 വാക്യങ്ങൾ. കുറച്ചുകൂടി ഉറങ്ങാം,
തെല്ല് നേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും. ഏത് രീതിയിൽ വരും? ദാരിദ്ര്യം കവർച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാർക്ക് വല്ല മയമുണ്ടോ? പിടിച്ചു പറിച്ചും കൊണ്ടുപോകും, ജീവനും അപകടത്തിലാകും, വേണേ കൊന്നിട്ട് പോകും. ഇതുപോലെ ദാരിദ്ര്യം എങ്ങനെ വരും? ജീവൻ വരെ കവർന്നു കൊണ്ടുപോകും. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, കടപ്പാടം വരെ നഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ ഈ ഓഡിയോ ശരിയാക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഈ ദിവസങ്ങളിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കടബാധ്യതരെയും പറഞ്ഞിട്ട് ജപ്തി ബാധ്യത മൂലം വിഷമിക്കുന്ന പ്രാർത്ഥിക്കാൻ വിളിച്ച ആളുകളുടെ കയ്യും കണക്കുമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ തല വെളുപ്പിന് 5 മണി മുതൽ രാത്രി 9:30-10 മണി വരെ ഇരുന്ന് കൊടുത്താൽ മതി, തല മരവിച്ചു പോകും. ഇന്നും കൂടെ 1 കോടിയുടെ കടം, വീട്ടിൽ 2 പേർക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ട് അതുക്കും മേലെ എന്ന് പറഞ്ഞ പോലെ കിട്ടാവുന്ന പെൻഷനായാൽ കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോഴും അടച്ചാൽ തീരാൻ നിവൃത്തിയില്ലാതെ കിടപ്പാടം പോലും നഷ്ടപ്പെടാനിരിക്കുന്ന, അത്രക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പോയിട്ടല്ല, സാധാരണ രീതിയിൽ ജീവിച്ചുകൊണ്ട് എന്നാൽ കൈവിട്ടുള്ള കളികൾ, വലിയില്ല, കുടിയില്ല, പുകവലിയില്ല, മദ്യപാനമില്ല, കൂട്ടുകെട്ടില്ല, പക്ഷേ സ്വന്തമല്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി വിവേകമില്ലാതെ കൈവിട്ട് കളിച്ചിട്ട് ഇനി റിട്ടയർഡ് ലൈഫ് എങ്ങനെയെന്ന് പോലും ഒരു സ്ഥിതിയില്ല. ബാങ്ക് ലോണും ജപ്തിയും കേസും, ഇങ്ങനെ ഒത്തിരി കേസുകൾ നേരിട്ട് വരുന്നു. പലരും വിളിക്കുന്നു. അങ്ങനെ ഒത്തിരി വിഷമിക്കുന്ന ഒരാൾ വന്ന പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോയിട്ട് കഥ കേട്ടിട്ട് അച്ഛനെയും പറ്റിച്ചുകൊണ്ട് 30,000 പോയിട്ട് ഇന്നുവരെയും പള്ളിയിൽ ഇപ്പം കുർബാനക്കും കുമ്പസാരത്തിനും പോകാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ കുർബാന പണവും തട്ടിക്കൊണ്ട് പോയിട്ട് കിട്ടാവുന്നൊരു ബ്രദറായാലും കൊള്ളാം, അച്ഛനായാലും കൊള്ളാം, കരഞ്ഞ കുത്തിപ്പിടിച്ചാക്കാൻ മേടിച്ചു. പല കേസുകൾ ഇതുപോലെ വരുന്നുണ്ട്. അവർക്കത് തെറ്റാണെന്ന്, തഴക്കദോഷം എന്ന് പറയും. ഇങ്ങനെയുള്ള അവസ്ഥ. എന്നാൽ പണിയെടുത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാകൂലേ? ഇങ്ങനെ കടം മേടിച്ചു കൂട്ടുന്ന അനേകരുണ്ട്. കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും. ഒന്നും കിട്ടാഞ്ഞിട്ട് മാല പൊട്ടിച്ചവൻ മാലയും പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ തൃപ്പൂണിത്തുറ നടന്നത്, ആ ചേച്ചിയുടെ പെഡലിക്കിട്ട് ഹെൽമെറ്റ് കൊണ്ട് എതിർത്തപ്പോൾ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചിട്ട് ഇപ്പോഴും ഒടിഞ്ഞ് കിടക്കുന്നതായിട്ട് പത്രത്തിൽ വായിച്ച വാർത്ത ഓർക്കുകയാണ്. ആയുധപാണിയെ പോലെ നിന്നെ സമീപിക്കും. അവനവൻ പണിയെടുക്കാത്തതും വെച്ച് അനുഭവിക്കാനും തിന്നാനും നോക്കി വല്ലാൻ്റെ ആധാരം മേടിച്ച് സൂക്ഷിക്കാൻ വല്ലോൻ്റെ പണത്തിന് കാവലിരിക്കുന്നതിലും പകരം അന്വേഷിച്ച സെക്യൂരിറ്റി പണിയെങ്കിലും കിട്ടും. എന്തോരം സെക്യൂരിറ്റികളുടെ ഏജൻസിയാണ്. ഇപ്പോൾ ബ്രദർ ഇത് പറയുമ്പോൾ വേഗം ബ്രദറിനെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഈ അടുത്ത് ഇതുപോലെ പറഞ്ഞ് സെക്യൂരിറ്റി പണിയെങ്കിലും പറഞ്ഞ് ആക്കി കൊടുത്തിട്ട് എന്നോട് അവർ പറഞ്ഞ് ഒരു വടിയാണെങ്കിൽ കാറ്റ് കൊണ്ടാലെങ്കിലും അനങ്ങൂലേ, കല്ലുപോലെ നിൽക്കുകയാണ്, കാശ് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നത് പോലത്തെ അവസ്ഥ. അതായത് ആർക്കാണ്ടും വേണ്ടി ജോലിക്ക് വന്നിരിക്കുകയാണ്, പറഞ്ഞു വിട്ടട്ടാ ബ്രദർ എന്ന് പറഞ്ഞ്. അപ്പോൾ ജോലി എടുക്കാതെ ബ്രദറാക്കി തന്നാലും അച്ഛനാക്കി തന്നാലും എവിടെ പോയാലും നമ്മൾ അധ്വാനിക്കാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? സുഭാഷിതം 20:4 പറയുന്നു, അലസൻ ഉഴവ് കാലത്ത് നിലമൊരുക്കുന്നില്ല, കൊയ്ത്ത് കാലത്ത് തേടി നടക്കും, ഒന്നും ലഭിക്കുകയില്ല. അതായത് അവരവർ പണിയെടുക്കുകയില്ല, നിലവും ഒരുക്കൂല, കട്ടയും മുടക്കൂല. കൊയ്ത്ത് കാലത്ത് തേടി നടക്കും എന്ന് പറഞ്ഞാൽ ആരുടെയാണ്, എവിടെയാണ്, ആരുടെ നിന്നാണ് കിട്ടണത്, ആർക്കാണ് കിട്ടിയേക്കണത് എന്ന് നോക്കി നടക്കും, ഒന്നും ലഭിക്കുകയില്ല. അതിന് പകരം അവരെ പ്രാഗയും കുറ്റം പറയുകയും വിധിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആരും സഹായിക്കാനില്ല, ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ഒരു മനുഷ്യനിലും നന്മയില്ലെന്ന് പറയുന്നവർ. കാരണം അവർ കഷ്ടപ്പെടാൻ തയ്യാറാകുന്നില്ല. അലസൻ ഉഴവ് കാലത്ത് നിലമൊരുക്കുന്നില്ല, കൊയ്ത്ത് കാലത്ത് നേടി നടക്കും, ഒന്നും ലഭിക്കുകയില്ല. അപ്പോൾ സുഭാഷിതം 19:15 കണ്ടു, സുഭാഷിതം 24, 33, 34 വചനങ്ങൾ കണ്ടു. അടുത്തതാണ് അലസൻ ഉഴവ് കാലത്ത് നിലമൊരുക്കുന്നില്ല, കൊയ്ത്ത് കാലത്ത് തേടി നടക്കും, ഒന്നും ലഭിക്കുകയില്ല. ആര് കൊടുക്കും? പണിയെടുക്കാത്തവന് വല്ലവരും കൊടുക്കുക. സുഭാഷിതം 20:4. വീട്ടിൽ സഹോദരങ്ങളൊക്കെ ജോലിക്ക് പോയിട്ട്
പോയിട്ട് വിദേശത്തൊക്കെ പോയിരിക്കുകയാണ്. മൂത്തവൻ ഇങ്ങനെ നോക്കിയിരിക്കുക, ഞാൻ കഷ്ടപ്പെട്ട അവരെ അതാക്കിയത് ഇതാക്കിയത് ആർക്കും നന്ദിയില്ലെന്നും പറഞ്ഞിട്ട് വീട്ടിൽ കയറിയെന്നും മൊരഞ്ഞ് കിട്ടണത് കള്ളും കുടിക്കും. വല്ലവരും അയച്ചു കൊടുക്കുക, ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. പോയവരെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വ്യക്തികളെ അറിയാം. അവനവൻ അധ്വാനിക്കാതെ എത്ര നാൾ അവരുടെ ഇവരുടെയും കാരുണ്യത്തിൽ നമ്മൾ ജീവിക്കും. അതുപോലെ ഇല്ലേ മോഹൻലാലിൻ്റെ സിനിമയിൽ പറഞ്ഞതുപോലെ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഇരിക്കുന്ന മടിയന്മാരുണ്ട്. ജോലി കിട്ടിക്കഴിയുമ്പോൾ ലീവ്. ഒരു ജോലി കിട്ടിയാൽ അതൊന്ന് 30 ദിവസം 28 ദിവസം 30 ദിവസം തികച്ചു പോകണ്ടേ. അപ്പോൾ എന്നിട്ട് ഓരോരോ അസംതൃപ്തി പറയുന്ന അവസ്ഥകൾ. ഞാൻ ഓർക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കുറച്ച് നാൾ ഇടക്കിടക്ക് ഇങ്ങനെ വരുമായിരുന്നു പ്രാർത്ഥിപ്പിക്കാനും ഒന്ന് കൗൺസിൽ ചെയ്ത് നോക്കും, ഒന്ന് മെസ്സേജ് എടുക്കുമെന്നും പറഞ്ഞ്. അവസാനം എനിക്ക് മനസ്സിലായി, പോകുന്ന ഒരു ജോലിയും അധികം ദിവസം എത്തിക്കില്ല, ഇട്ടിട്ട് പോരും. ആ ജോലി തൃപ്തിയല്ല, ഈ ജോലി തൃപ്തിയല്ല, ശമ്പളം പോരാ, സാറ് പോരാ, കൂടെ ജോലി എടുക്കുന്നവർ പോരാ. അപ്പോൾ പലതവണയായിട്ട് നല്ല കൗൺസിലിങ്ങും ഫോളോ അപ്പും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തി ഇപ്പോൾ ജോലിയെടുക്കുന്ന ആ ജോലിയിൽ വർഷങ്ങളായിട്ട് എന്നോട് ആധ്യാത്മിക ഉപദേശം ചോദിക്കുമ്പോൾ ഞാൻ പറയും, മുന്നിൽ ഒരുറച്ച വഴി ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കണ്ടിട്ട് കളഞ്ഞാൽ മതി എന്നാണ് ഈശോ പറയുന്നത് എന്ന് പറയുമ്പോൾ, ഈശോ അങ്ങനെയാണോ പറയുന്നത്? അല്ലെങ്കിൽ കളഞ്ഞിട്ട് പുറത്ത് അന്വേഷിച്ച് പോട്ടെ, വിദേശത്ത് പോട്ടെ, അവിടെ കൊടുക്കട്ടെ, ഇവിടെ കൊടുക്കട്ടെ. ഇപ്പോൾ വർഷങ്ങളായിട്ട് ആ വ്യക്തി അനങ്ങുമ്പോൾ കുരങ്ങൻ ഇങ്ങനെ ചാടുന്നത് പോലെ പല കമ്പനി പല ജോലി, അവസാനം എല്ലാ വാതിലും കൊട്ടിയടയുന്നത് പോലെ കുറേ നാൾ കയറിയിരുന്നു. ഇങ്ങനെ നടന്ന ആൾ ഒരേ ജോലിയിൽ തന്നെ ഇടക്ക് വന്ന് പറയുമെങ്കിലും ഒന്ന് ചാർജ് ചെയ്തിട്ട് വിടുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ കൂടി ഒരു ദിവസം ലീവ് എടുക്കും. അത് ലീവൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ജോലി എടുക്കുന്ന അവസ്ഥ എനിക്കറിയാം. അതുപോലെ ഒരു സഹോദരി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. 10 വർഷമായിട്ട് ഭർത്താവ് ഒന്നിനും പോകാതെ വീട്ടിൽ കയറി ഇരിപ്പാ. ഇനി ഇയാളുടെ അമ്മയാണെങ്കിൽ ഉള്ളിൽ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ മരുമോൾ ഇയാളോട് ജോലിക്ക് പോകാൻ പറഞ്ഞ് അവരമ്മ വഴക്കുണ്ടാകാറുള്ളത് കൊണ്ട് അമ്മ ഈ മകന് കനത്ത സപ്പോർട്ടാണ്. 2 മക്കളും ഉണ്ട്. ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങിയപ്പോൾ അമ്മയും ഇവരുടെ ഭർത്താവും, അമ്മായിയമ്മയും ഈ ഭർത്താവും കൂടി ഇരുന്ന് കളിയാക്കും. അവൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇവിടെ മല മറിക്കാൻ പോകണമെന്ന് പറയും. പക്ഷേ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു 5 ആഴ്ചകളിൽ നിയോഗം വെച്ച് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 10 വർഷത്തോളമായിട്ട് ജോലിക്ക് പോകാത്ത ആളെ ഏതോ ഒരു ഒഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരാൾ വീട്ടിൽ വന്ന് വിളിച്ച് ഒന്ന് വന്ന് നോക്ക്, അവിടെ വന്ന് ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് ജോലിക്ക് വിളിച്ചപ്പോൾ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ ആയിപ്പോയി. വീട്ടിൽ അടപ്പ് പുകയൊന്നുമില്ല, ആർക്കായാലും കയറിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ പോയി ഇപ്പോൾ ആ സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മയും മരിച്ചുപോയി, പക്ഷേ ഇപ്പം ഈ സഹോദരനും ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുന്ന അവസ്ഥ. അന്ന് തൊട്ട് ചിലത് ഇറങ്ങിക്കിട്ടിയാൽ അതോടുകൂടി പോകും. സുഭാഷിതം 18:9 പറയുന്നു, മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. ലേസിനെസ് പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹോമിയോ മെഡിസിൻസിലൊക്കെ അതിനും മരുന്നുണ്ട്. കാരണം ഞാൻ ചില കേസുകളൊക്കെ വന്നപ്പോൾ വിട്ട് മരുന്ന് കൊടുപ്പിച്ച്, മരുന്ന് എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരൊക്കെ ഉണ്ട്, ഇനി ആരുടെ അടുത്തായാലും എല്ലാം ഡോക്ടർമാരല്ലേ, പോയി ആ സ്പെഷ്യൽ കേസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒന്നിനും പോകാതെ, കോഴ്സ് പൂർത്തീകരിക്കാതെ, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടും പോകാതെ അടുത്തതിന് പോകാം, അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റിൻ്റെ അഡിക്ഷൻ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കേസുകൾ ജോലികൾക്ക് പോകാൻ തുടങ്ങിയ മാറ്റങ്ങൾ വന്ന സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ കൗൺസിലിംഗ് മാത്രമല്ല, അതിനൊരു ഫോളോ അപ്പ് വേണ്ടി വരും, മറ്റുള്ളവരുടെ പ്രാർത്ഥന വേണ്ടി വരും. ആ വീട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇവരോട് കൊടിയ വെറുപ്പൊക്കെ ആയിരിക്കും, പുച്ഛമായിരിക്കും. അതെല്ലാം കളഞ്ഞ് ക്ഷമിച്ച് NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ 18:9 സുഭാഷിതം 18:9 മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. കുടിയനേക്കാളും ലഹരിക്കാരനേക്കാളും ഒക്കെ എല്ലാവർക്കും വെറുപ്പായിരിക്കും. വെറുതെ കയറിയിരുന്ന് തേച്ചും എനിക്ക് തിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ അടുത്തും കൂടെ ഒരച്ഛനും അമ്മയും കൂടെ ഒരു മോനെയും കൊണ്ട് വന്നതാണ്. നാളും സമയവും ജാതകവും പാരമ്പര്യവും പറഞ്ഞ് വെച്ചുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന ഒരു കുടുംബം. അവരെ പറ്റിച്ച് ITI കഴിഞ്ഞ പയ്യൻ വെറുതെ വീട്ടിൽ കയറിയെന്ന് തിന്ന് കൊഴുത്ത് ഇരിക്കുകയാണ്. പോകൂലെന്ന് അതും കേട്ട് വിശ്വസിച്ചിരിക്കുന്ന ഈ അച്ഛനും അമ്മയും വല്ല മരിച്ചു കളയുമെന്നൊക്കെ പേടിച്ചിട്ട് അവരിങ്ങനെ പൊത്തിപ്പിടിച്ച്, ശരിക്കും അവർക്കാ മരുന്ന് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. വേറെ ഒരെണ്ണം 40,000 രൂപ ശമ്പളം, 30,000 തൊട്ട് 40,000 വരെ മിനിമം കിട്ടും. ഞാൻ അവനോട് മുഖത്ത് നോക്കി നേരിട്ട് ചോദിച്ചതാ. പക്ഷേ 1 മാസം ജോലിക്ക് പോയാൽ പിന്നെ 2 മാസം കയറിയിരിക്കും, അല്ലെങ്കിൽ 10 ദിവസം പോയാൽ 20 ദിവസം പോകില്ല. സസ്പെൻഷൻ കിട്ടി അവസാനം ഇപ്പോൾ ജോലി പോയ
അവസ്ഥയിലാണ്. ഇക്കാലത്ത് നാട്ടിൽ തന്നെ മുറ്റത്ത് തന്നെ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ 10-40,000 രൂപ 10ാം ക്ലാസ് പഠിച്ചവന് കിട്ടുക എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടും? നോക്കിയിരുന്ന കാശ് അതുപോലെ ആയി. പക്ഷേ വിലയില്ല. ചെറുപ്രായത്തിൽ തന്നെ ജോലി കിട്ടിയപ്പോൾ കറങ്ങി നടക്കാനും കാശ് അധികമായിട്ട് കയ്യിൽ വന്നപ്പോൾ ഉത്തരവാദിത്തത്തോടെ അവൻ കഷ്ടപ്പെട്ട കാശ് ഞങ്ങൾക്ക് വേണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ഇട്ടുപീട്ടുന്ന അവസ്ഥ. കയ്യിലധികം കാശൊക്കെ വന്നപ്പോൾ കൂട്ടായി, ലഹരിയായി, കറങ്ങി നടക്കലായി, കേസായി. അവസാനം ഇങ്ങനെ പറയും, അടക്കയാണെങ്കിലും അടിയിൽ വെക്കാം, അടക്കമാരാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറയും. കവുങ്ങെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനത്തെ കൈവിട്ട് കിടക്കുന്ന കെട്ടുകിടക്കുന്ന കുടുംബങ്ങളുടെ കഥ നേരിട്ട് അറിയാം. ശരിക്കും ബ്രദറെ ബന്ധിച്ചു പ്രാർത്ഥിക്കുക, തലയെ പിടിച്ച് പ്രാർത്ഥിക്കും. ആ കാരണവന്മാരെയാണ് ബന്ധിച്ചും തലയെ പിടിച്ചും പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഇപ്പോഴും കുഞ്ഞാണെന്നും പറഞ്ഞ് ഓമനിച്ച് വല്ലതും ചെയ്തു കളഞ്ഞാലാ അവർ പേടിച്ചും പേടിപ്പിച്ചും ജീവിക്കുന്ന അവസ്ഥകൾ ഇതാ മുതലെടുക്കുന്ന മക്കളുണ്ട്. ഉത്തരവാദിത്ത ബോധമില്ലാതെ പ്രായമായ അച്ഛനും അമ്മയും ഇപ്പോഴും കഷ്ടപ്പെട്ട് ഞാൻ ഈ വചന ശുശ്രൂഷകനാണെങ്കിലും എൻ്റെ അപ്പനെയും അമ്മനെയും എൻ്റെ കുടുംബത്തിലൊക്കെ ജോലിയെടുത്ത് കവറേപ്പടി കൊണ്ടുവന്ന് പൊട്ടിക്കാതെ അപ്പൻ്റെ അടുത്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തൊരുമയോടെ കുടുംബത്തിൽ എല്ലാവരും കൂടി സഹകരിച്ചാണ് കയറിപ്പോകുന്നത്. അപ്പനെ മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിട്ടിട്ട് പ്രേക്ഷിത വേല ചെയ്തോളാൻ പറഞ്ഞു. ഞാനും എൻ്റെ സഹോദരനും പിന്നെ അതിനുശേഷം ഞങ്ങളെക്കാൾ 8 വയസ്സ് ഇളയ സഹോദരിയും എല്ലാവരും അവരുടേതായ ജോലി നഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജോലി കിട്ടിപ്പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ നയാ പൈസ കളയാതെ തൂത്തുപിറക്കി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ ഒത്തൊരുമിച്ച് പിടിച്ച് നിധി കിട്ടിയെന്നും പറഞ്ഞ് പുറം ന്യൂസും ഉണ്ടാക്കി. അതുപോലെ അസൂയക്കാർക്ക് ഇരിക്കപ്പുറതിയില്ലാത്ത രീതിയിൽ കുടുംബത്തിൽ ഒറ്റക്കെട്ടായിട്ടിരുന്നാൽ ഇന്ന് ഉയർന്നതോർക്കെയാണ്. അതുപോലെ ഉയരാൻ സാധ്യതയുള്ള എത്രയോ കുടുംബങ്ങളാണ് ഇതാ ഇങ്ങനെ അഴകുഴമ്പനായിട്ട് കൊണ്ടിരിക്കുകയാണ്. സുഭാഷം 12:9 പറയുകയാണ്, ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. എന്താണ്? ആഹാരത്തിന് വകയില്ലാതെ പക്ഷേ വൻപിന് അഹങ്കാരത്തിന്. എൻ്റെ അപ്പൂപ്പനൊരാന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ പഴങ്കഥകൾ നൊസ്റ്റാൾജിയൊക്കെ പറഞ്ഞ് തപ്പി നോക്കിയാൽ ഇപ്പം തഴമ്പ് പോലും കാണാനില്ല. അവിടെ അതുണ്ടായിരുന്നു, ഇവിടെ ഇതുണ്ടായിരുന്നു, കുടുംബക്കാർക്ക് ഇതുണ്ടായിരുന്നു. അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ടാ ഇവിടെ കഞ്ഞി കുടിക്കാൻ വഴിയില്ല, പൊങ്ങച്ചത്തിന് ഒരു ഇതുമില്ല. ഇതാ ദുർബലരായ മനുഷ്യർ ഇവരുടെ പൊള്ളക്കഥകൾ കേട്ട് കടം മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കടം കൊടുക്കും, അവസാനം ജാമ്യം നിൽക്കും, അവസാനം പെരുവഴിയാകുന്ന ഇങ്ങനത്തെ പൊങ്ങച്ചക്കാരുടെ ദുർഭാഷണങ്ങളിൽ കെണികൾക്കിരയായി തീർന്നവരുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ MBA ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ MBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അപ്പനും അമ്മക്കും വരെ MBA മാനേജറായി, എല്ലാത്തിനെയും അടച്ചു ഭരിക്കുന്ന അവസ്ഥ. ആരെയും അനുസരണവും ഇല്ല, അഹങ്കാരവും ബഹുമാനക്കുറവും. പക്ഷേ കിട്ടിയ ജോലി പുല്ല് വില പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ 7 വർഷം തേരാപ്പാരം നടന്ന് നല്ലോണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു വിലയുമില്ലായിരുന്നു. നടന്ന് കഷ്ടപ്പെട്ട് കരഞ്ഞ് തിരിച്ചറിവ് വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ജോലിയൊക്കെ കിട്ടിയ കേസവർക്ക് ഇവിടെയൊക്കെ വന്നിട്ടുള്ള കേസുകളാണ്. ഇടക്കിടക്ക് ജോലി കളഞ്ഞിട്ട് പിന്നെ ഇടക്കിടക്ക് ജോലി കളയും, ഇടക്കിടക്ക് ഗൾഫിൽ പോകും, പിന്നെ ഗൾഫിൽ തന്നെ പോയാലേ പണിയെടുക്കുള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. എത്ര തട്ടിക്കപ്പെട്ടാലും. അതുകൊണ്ട് ഇന്നിപ്പോൾ പത്രത്തിലുണ്ട്, റഷ്യയിൽ കൊണ്ടുപോയി പട്ടാളത്തിൽ കൊടുത്തിരിക്കുന്ന ദിനം പ്രതി പത്രം എടുത്ത് വായിക്കുമ്പോൾ കാനഡ, UK, റഷ്യ, ഇസ്രായേൽ, ഇറ്റലി ഇല്ലാത്ത വേക്കൻസികളും പറഞ്ഞ് തട്ടിച്ചു കൊണ്ടുപോകുന്നവരും തട്ടിക്കപ്പെടുന്നവർ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമല്ല. ഈ നാട്ടിൽ എന്തെങ്കിലും പണി ഉള്ളത് എടുത്താൽ മതി. ഇവിടുത്തെ ഈ ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് ഗൾഫിൽ വന്നു പോകുന്നത് പോലെയാണ്. എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരിവിടെ വന്ന് സ്വർഗം പോലെയാണ്. ഗോഡ്സ് ഓൺ കൺട്രി അവർക്കാണ്. ജോലിയെടുത്ത് എന്ത് സുഭിക്ഷമാണ്, എത്ര നല്ല വെള്ളവും കാറ്റുമാണ് ഇവിടുത്തേന്ന് അവർ പറയുന്നത്. ഇവിടെ വഴി കിടന്നിട്ടായാലും പോലും ഉറങ്ങാം. അവിടെയൊന്നും ഇല്ലാത്ത എത്ര സുരക്ഷിതമായ ദൈവാനുഗ്രഹമുള്ള നാടാണെന്ന് പറഞ്ഞ് അത് ആസ്വദിച്ച് പോകുമ്പോൾ കൈ നിറച്ച് കാശും സാധനങ്ങളുമായിട്ടൊക്കെ പോകുന്ന മറുനാടൻ ആളുകളെ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരായ
നമ്മുടെ സഹോദരങ്ങളെയൊക്കെ നമുക്ക് നേരിട്ടറിയാം അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ മടിയന്മാർ നിധി കളക്കാൻ ഏൽപ്പിച്ച ആ അച്ഛനെ പോലെ ഇവരെയൊക്കെ പുറത്ത് ചാടിക്കാൻ പണിയെടുക്കാൻ അച്ഛനും അമ്മയുടെയും കാലം കഴിഞ്ഞ് ഞാൻ ഓർക്കണം, ഒരു മനുഷ്യൻ ഇതുപോലെ അപ്പൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് സ്വത്തുണ്ട്, പക്ഷെ അവരുടെ തന്നെ ഒരു പറമ്പിൽ പുഴുവരിച്ച് ഉറുമ്പരിച്ച് പൊറോട്ടയും മദ്യക്കുപ്പിയായിട്ട് കിടന്നു. പത്രത്തിലൊക്കെ വന്നത് ഇതാണ്. ഒരു പണിക്കും പോകില്ല, അപ്പൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ആ സ്വന്തം പറമ്പിൽ തന്നെ നാട്ടുകാരുടെ മുഴുവൻ മെക്കിട്ട് കയറും, എല്ലായിടത്തും പോയി കേസുണ്ടാക്കും. അവസാനം കണ്ണിലും മൂക്കിലൊക്കെ ഈച്ച ആർത്ത് പുഴുവരിച്ച് മരിച്ച് കിടന്ന ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ കിടന്നിരുന്ന ഒരു മകൻ്റെ കഥ. 2 മക്കളും അങ്ങനെ പോയി. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അപ്പം പണി ദുഃഖ വെള്ളിയാഴ്ച വന്നാൽ പോലും പണിയാണ്. കുടുംബം നോക്കാൻ സമയമില്ലാതെ പോയി. പക്ഷേ 2 മക്കളും നശിച്ചു പോയ അവസ്ഥ. കെട്ടിച്ചു വിട്ട മകൾ ചെന്ന കുടുംബത്ത് പോലും ഇതുപോലെ ധനാർത്തിയുള്ള കുടുംബത്തിൽ ചെന്നുപെട്ട് അതിനെ വെട്ടിക്കൊന്നു. അങ്ങനത്തെ സംഭവമൊക്കെ നേരിട്ടറിയാം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഓർമ്മയിലും പല കാര്യങ്ങളും വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ പറഞ്ഞാൽ പച്ചത്തെറി വിളിക്കും. ഒന്നേ ഉണ്ടാള് 2 മരിച്ചു പോയെന്നും പറഞ്ഞ് കിട്ടിയതിനെ ഓമനിക്കലി കൂടിപ്പോയി അലസതയായി തീറി പറഞ്ഞ് കാരണവന്മാരെ കണ്ണു പൊട്ടിക്കും. പക്ഷേ ഇതാ കർത്താവിൻ്റെ ഇടപെടൽ ബന്ധിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന് വചനം കേൾപ്പിച്ച് NLP ഇട്ടൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ വെടികൊണ്ട സാഹിബിനെ പോലെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേസുകൾ നേരിട്ട് അനുഭവമുണ്ട്. വർഷങ്ങളായിട്ട് ജോലിക്ക് പോകാത്ത. അതുകൊണ്ട് നമ്മൾ ഇന്നിറങ്ങും നാളെ ഇറങ്ങും, ഇന്ന് മാറും നാളെ മാറുമെന്നും പറഞ്ഞ് നോക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കൗൺസിലിംഗ് വേണ്ടത് കൗൺസിലിംഗ്, പിന്നെ ചിലത് മരുന്ന് വേണം, ചികിത്സകൾ കൊടുക്കണം. ചിലപ്പോൾ പോലീസ്, നമുക്ക് ജനമൈത്രി പോലീസുണ്ട്, പല നമ്പറുകളുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടവക വികാരിമാരുടെയും ധ്യാനവർക്കന്മാരുടെയൊക്കെ സഹായങ്ങളും ഉപദേശങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഏത് വചനം 1000 പ്രാവശ്യം എഴുതേണ്ടത് 10,000 പ്രാവശ്യം എഴുതേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇനി വചനം എഴുതിക്കൊണ്ടിരിക്കുക എന്നിട്ട് മാത്രം കാര്യമില്ല. വചനത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, നമ്മൾ ഇറങ്ങണം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം, മാറ്റങ്ങൾ വരണം, ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതിനുള്ള ഒരു ബോധ്യം. ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെ 10 വർഷത്തിലധികമായിട്ട് ഒരു കോൺട്രാക്ടറാണ്. അയാളുടെ സാധനങ്ങളെല്ലാം ഇരുന്ന് നശിച്ചു. അതൊരു കൊടിയ ബന്ധനമായിരുന്നു കേട്ടോ. അവർ ആ സ്ഥാപനത്തിലും വീട്ടിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ചില അടയാളങ്ങളൊക്കെ കണ്ടു പ്രാർത്ഥിച്ചിട്ട്. അയാളാണെങ്കിൽ ഒരു മൗനിയെ പോലെ ആയിപ്പോയി. പൈസ ഒന്നും കിട്ടാനടുത്ത് പോലും ചോദിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോലും പോകുന്നില്ല, വീട്ടിൽ കയറിയിരിക്കുന്നു. വീട്ടുകാരാ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചത്, വന്ന് വചനം കേൾക്കാൻ പറഞ്ഞു. അവരുടെ സ്ഥാപനത്തിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. സാധനങ്ങളൊക്കെ ഇരുന്ന് നശിച്ച് ദ്രവിച്ചു. അത് തൂക്കി വിറ്റാൽ തന്നെ നല്ലൊരു തുക കിട്ടും. വെന്തിച്ചൊക്കെ പ്രാർത്ഥിച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിക്കാൻ പറഞ്ഞു. ഇവരെ കുമ്പസാരിപ്പിച്ചു, കൂട്ടായ്മ വന്ന് വചനം കേൾക്കാൻ പറഞ്ഞു, ധ്യാനങ്ങൾ കൂടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നല്ലോണം സഹകരിച്ചു. കെട്ടൊക്കെ പൊട്ടി, വർക്കുകളൊക്കെ വരാൻ തുടങ്ങി, കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി. അപ്പം ചില കൊടിയ ബന്ധനങ്ങൾ മൂലവും ഇങ്ങനെയുള്ള അലസതയും പൈശാചിക വിടകളും കുടിയിരുന്ന് പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട്. വേറൊരു കാര്യം ഇതുപോലെ തന്നെ ഓർമ്മയിൽ, സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെ. മടിയാ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും. പോകണ്ട, മുമ്പിൽ വന്നിടും. അപ്പോൾ പറയും, ആരോ എന്തോ ചെയ്തു, അയൽവക്കക്കാർ എന്തോ പുകച്ചു, അവരെന്തോ കുഴിച്ചിട്ടു, അന്നെന്തോ തല്ലുപിടിച്ചപ്പോൾ കാണിച്ചു തരാം അന്നും പറഞ്ഞു. അത് ഏത് മനുഷ്യനാ പറയാത്തത്? അല്ലെങ്കിൽ കൂടപ്പറപ്പങ്ങൾ ഉയരുന്നത് കാണുമ്പോൾ പറയും, അവർ എന്തോ ചെയ്തു വെച്ചിട്ട് എൻ്റെ വളർച്ച തടസ്സപ്പെടുത്തി. കാരണം അവസാനം മാനസിക രോഗത്തിനും കൂടെ മരുന്ന്. ചിലപ്പോൾ ഒറ്റക്കല്ല, മാനസിക രോഗം പകരുമോ എന്ന് ചോദിച്ചു. ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവും. ഇങ്ങനത്തെ വിശ്വാസങ്ങൾ വിശ്വസിച്ച് കൂടെയുള്ളവരിലേക്കും കടത്തിവിട്ടിട്ട് അവരെല്ലാം കുടുംബം മുഴുവൻ ആരോ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന്. പകർന്ന അവസ്ഥ, മറ്റ് രോഗങ്ങൾ പകരുന്നത് പോലെ മാനസിക രോഗിയായി. സംശയം, യാക്കോബ് 1:7 പറയും, സംശയ മനസ്കന് എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയായ ഒരുവന് ദൈവത്തിൽ നിന്നൊന്നും കിട്ടുകയില്ല. ആരോ എന്തോ ചെയ്തു, അല്ലെങ്കിൽ പറയും പാരമ്പര്യ പൂർവ്വകടം. ദൈവമേ, ജീവിച്ചപ്പോഴും സമാധാനം കൊടുത്തിട്ടില്ല, മരിച്ചിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഉണ്ടാക്കി വെച്ച വരുമാന മാർഗങ്ങൾ, അതിലെ കഞ്ഞി പോലും കുടിക്കത്തില്ല.
കിടക്കാൻ പോലും കടപ്പാടം ഉണ്ടാകത്തില്ല. അവനവനൊന്നും ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടില്ല, ഉണ്ടാക്കിയത് മുഴുവൻ പോയി, എന്നിട്ടും പൂർവ്വകടമെന്നും പറഞ്ഞിരിക്കുന്ന അവസ്ഥ. സഭാപ്രസംഗകൻ 10:18 പറയുന്നു, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ദേ കിടക്കണ്, ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, ഒരഭിവൃദ്ധിയില്ല, ഒരു ഉയർച്ചയില്ല. ഇങ്ങനെയുള്ള പല കേസുകളൊക്കെ വന്ന് കെട്ടഴിഞ്ഞ് ആട് കിടന്നത് പൂട പോലും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെ ഹൈ സ്പീഡായി പോയി, രക്ഷപ്പെട്ടു പോയി, മഴികളൊക്കെ വന്ന് ചത്താലും ഇവിടെ നിന്ന് പോകില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാമെന്ന കേസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി, വഴികൾ തെളിഞ്ഞു കിട്ടി, മാറ്റങ്ങൾ വന്ന. ഉടമസ്ഥൻ്റെ അശ്രദ്ധ മാറണം, അല്ലെങ്കിൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ചോരാത്ത പുരയും ചോരും, അല്ലേ? പാട്ടിൽ പാടൂലേ, എൻ്റെ പുരക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ എന്നും പറഞ്ഞു. ആര്? ഈശോ വീടിൻ്റെ അകത്ത് വരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കർത്താവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അല്ലേ? അപ്പോൾ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ച മത്തായി 8:7 ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഭാപ്രസംഗകൻ 11:4 കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഇരിപ്പ് തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ, അതിൻ്റെ ഇടയ്ക്ക് സുനാമി, പ്രളയം, കോവിഡ്, നിപ്പ, അത് ഇതൊക്കെ വന്നു പോയി. എല്ലായിടത്തും മാന്യമാണ്, ലോകം അവസാനിക്കാൻ പോണേ, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. യൂട്യൂബിൻ്റെ കൂടെ ഇരിക്കാനും സോഷ്യൽ മീഡിയയിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നോളും. ഒന്ന് പള്ളിയിൽ പോകാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു ധ്യാനം കൂടാൻ, കുടുംബ പ്രാർത്ഥന ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോയിട്ട് വരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞാൽ വേർപ്പിൻ്റെ അസുഖം, ഒന്നിനും പറ്റത്തില്ല, മുഷിയാൻ തയ്യാറില്ല. ട്രീറ്റ്മെൻറ്റ് വേണ്ട കേസുകളാണ് പലതും, അങ്ങനത്തെ അവസ്ഥകൾ. അത് കൂടെയുള്ളവർ പോലും തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. പ്രഭാഷണം 22:1-2 പറയുന്നു, ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ, അവൻ്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. ചെളിയിലകപ്പെട്ടു പോയ കല്ലെടുക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടണം, ആകെ നാറും, അല്ലേ? അതുപോലെ അവൻ്റെ നിന്ദ്യാവസ്ഥയെ വീട്ടിലുള്ളവർക്കൊക്കെ എന്തെല്ലാം പഴയ ആൾക്കാരിൽ നിന്ന് അറിഞ്ഞും കേട്ടും കേൾക്കാതെ ആൾക്കാർ പറയുമെന്ന് അറിയാമോ? ഇങ്ങനത്തെ ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേറിനു തുല്യം. ചാണകത്തിനേക്കാൾ വല്ലാത്ത ദുർഗന്ധം അമിക്കുന്ന അഴുകുന്ന അവസ്ഥയാണ് ചാണകക്കൂനയിലെ ചേറ്. അതിനെ സ്പർശിക്കുന്നവൻ കൈകുടഞ്ഞു കളയുന്നു. ഒരു മനുഷ്യനും എടുക്കത്തില്ല, കാരണം അവരുടെ ഇവരുടെ സഹായവും വാഗ്ദാനവും അവർ ചെയ്യുന്നില്ല, ഇവർ ചെയ്യുന്നില്ല, ഇവർ മേടിച്ചു തരുന്നില്ല. IATS OET മാത്രമല്ല, അത് നിത്യജീവനല്ല. അടുത്ത വഴികൾ നോക്ക്, നാട്ടിലുണ്ട് എന്തെല്ലാം ജോലികൾ, മറ്റു പല വഴികളും ഉണ്ട്. കഷ്ടപ്പെടാൻ തയ്യാറാകണം. 5 കൊല്ലവും 6 കൊല്ലവും ആയിട്ട് അത് തന്നെ എഴുതി വേറൊരു പണിക്കും പോകാതെ ഇരിപ്പ. ഞാനിതുപോലെ ചിലരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജോലിക്കും പോകും, കൂട്ടത്തിൽ കൂടെ എഴുത്. അങ്ങനെ എഴുതിയപ്പോൾ കിട്ടിയ അവസ്ഥ ഇത്. കുടുംബത്തിൽ നിന്ന് കടമെടുത്തും പെൻഷൻ കിട്ടുന്നവരുടെ മേടിച്ചും കെട്ടിക്കൊണ്ടിരുന്ന ദൈവം ക്ഷമിക്കുമോ? രക്ഷപ്പെടാനായിരിക്കാം, പക്ഷേ ഓർക്കുക, എന്നിട്ട് കുടുംബത്തെ ലോണടക്കാൻ 10 പൈസ അടച്ചു കൊടുക്കാത്ത, തിരിച്ചയക്കാത്ത, അവിടെ തികയുന്നില്ലെന്ന് പറയുന്ന പല കേസുകളും കണ്ണീരും കൈയും ഇവിടെ എത്തുന്നുണ്ട്. പോയി കഴിഞ്ഞപ്പോൾ പോണവരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മലമറിക്കുന്നു. ചെന്ന് കഴിയുമ്പോൾ ഒന്നും തികയുന്നില്ല, കടം മാറുന്നില്ല, അവസാനം ഇവിടുത്തെ വീടും കൂടി എല്ലാം ജപ്തിയാകുന്ന, അല്ലെങ്കിൽ കാരണവന്മാർക്ക് ജീവിച്ചിരുന്നപ്പോഴും സ്വസ്ഥതയില്ല, ഇപ്പം മരണതുല്യമായ കടബാധ്യതയിലും ദുഃഖത്തിലും കടന്നു പോകുന്നവർ. അതുകൊണ്ട് ഒന്നിൻ്റെ ഇടയിൽ കൂടെ തള്ളെന്ന് പറഞ്ഞതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും കയറിപ്പോകുന്ന വഴികളെ ഒന്നും അവഗണിച്ച് കളയരുത്. നിങ്ങൾ പല വാഗ്ദാനങ്ങളും പല സഹായങ്ങളും കൊടുക്കാമെന്ന് ഏറ്റതും അർഹതപ്പെട്ട മാതാപിതാക്കൾ സ്വന്തം കുടുംബത്തിൽ തിരിച്ചടക്കാനുള്ള വക പോലും വഴി പോലും ഇല്ല. ലോണുകൾ നിങ്ങൾ എടുത്തു വെച്ചത് എല്ലാവരെയും വിഷമിപ്പിക്കാനല്ല, പക്ഷേ പല കേസുകളും പല മാതാപിതാക്കൾ സങ്കടത്തോടെ രക്തക്കണ്ണീര് അവരുടെ കണ്ണീരിൽ നിന്നും പല കേസുകൾ ഇതുപോലെ അറിയാം, ഓട്ടം പിടിക്കുന്നവർ. അതുകൊണ്ട് എല്ലാം നടക്കുന്നതിൻ്റെ ഇടക്കൂടെ നിങ്ങൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങൾ കയറിപ്പോകുന്ന വഴികളെ അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമായിരിക്കാം. നിങ്ങൾ കയറിപ്പോകുന്ന, നിങ്ങളെ കർത്താവിൽ വളർത്തിയവരെ, നിങ്ങളുടെ ശുശ്രൂഷകളെ, കയറിപ്പോകുന്ന ചവിട്ടുപടികളെ ഒന്നും നിങ്ങൾ മറക്കരുത്.
കർത്താവിൽ നിങ്ങളെ വളർത്തിയവരെ. അത് ഇനി വേറെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഗലാത്യ 6:6 വചനം പഠിക്കുന്നവൻ തൻ്റെ എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് കൊടുക്കണം. ദൈവത്തെ കബളിപ്പിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. അതുകൊണ്ട് കയറിപ്പോകുന്ന വഴികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. 3-4 തരം ദശാംശങ്ങളെക്കുറിച്ച് തോപിത്തിന് നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലെങ്കിലും കൂട്ടത്തിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ചാണകക്കൊനയിലെ ചേറുപോലെ ആകരുത്. അതുപോലെ കടം വാങ്ങി കൂട്ടുക, ഇനി മേടിക്കാൻ ഒരു സ്ഥലം ഇല്ലെന്നും പറഞ്ഞിട്ട് ഇപ്പുറത്തൂടെ രഹസ്യമായിട്ട് വിളിച്ചു പറയുന്ന ചില വീട്ടുകാരൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ ഓർക്കുക, ഭാര്യയും ഭർത്താവും കൂടെ ഞാനൊരു ധ്യാനേന്ദ്ര ക്ലാസ്സും കഴിഞ്ഞു വന്നപ്പോൾ എന്നേക്കാൾ സ്പീഡിൽ എൻ്റെ നാട് സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ അവർ കുത്തിത്തന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ സ്പീക്കറിൽ ഇടാഞ്ഞത് ഭാഗ്യം. അവർ പറഞ്ഞു, ആ വന്നിരിക്കുന്നത് ഒരു കള്ളനും കള്ളിയാണ്, എൻ്റെ സ്വന്തം ചേട്ടനും ചേച്ചിയാണ്, ഞാൻ ബ്രദറിന് ടാക്സിക്കാർ പൈസ വേണമെങ്കിൽ തന്നോളാം, ഇവിടം വരെ വന്നാൽ പൂർണ്ണ കഥ പറയാം, ബ്രദറെ നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ബ്രദറിനെ പറ്റിക്കാൻ വേണ്ടി വന്നേക്കണേ, ഇനി ഇവർ പറ്റിക്കാത്തതായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ചുളിവിൽ അഭിനയിച്ച് പതിയെ ഫോൺ കട്ട് ചെയ്ത വെച്ച് പറഞ്ഞു വിട്ടത് ഓർക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റിക്കപ്പെടുകയില്ല, അത് വേറെ കാര്യം. എൻ്റെ അപ്പനൊക്കെ ഒരുപാട് മുറിവുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കണ്ട് വളർന്ന് ദൈവത്തിൻ്റെ അങ്ങേയറ്റം കരുണ കൊണ്ട് ഇതുവരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെ ആരുടെ മുമ്പിലും പറയാനായിട്ട് പറ്റും. നല്ലോണം കഠിനാധ്വാനം ജോലിയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. നല്ലോണം നെറ്റി വീർത്ത് ജോലി എടുത്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ കബളിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അപ്പോൾ 3 വചനങ്ങൾ, അലസത മാറാൻ വേണ്ടി 3 വചനങ്ങൾ പറഞ്ഞു തരികയാണ്. എന്ത് ചെയ്യണം? വചനം മാത്രം പോരാട്ട, ചിലത് പഴകി പോയിട്ടുണ്ടെങ്കിൽ കൗൺസിലിങ്ങും ചികിത്സയും കുമ്പസാരവും എല്ലാം. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ പറയുകയാണ്, കുമ്പസാരം, നല്ല കുമ്പസാരം വഴി മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്നത് ആ മനഃശാസ്ത്രജ്ഞൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര കേസുണ്ടെന്നറിയാമോ ഇവിടെ വന്നത്? 34 വർഷത്തെ 35 വർഷത്തിലെ കടക്കുക ഈ ശുശ്രൂഷ ജീവിതത്തിൽ. എൻ്റെ അപ്പനോടൊപ്പം 19 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. അപ്പൻ്റെ മരണശേഷം ഇന്നും ആ ശുശ്രൂഷ, ആ അനുഗ്രഹം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഏറ്റെടുത്ത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം ഇപ്രകാരം നല്ല കുമ്പസാരത്തിന് ഒരുക്കി വിട്ട, നല്ല കുമ്പസാരം അല്ലെങ്കിൽ വചനം കേട്ട് ധ്യാനം കൂടി ഒരുങ്ങി ദാഹത്തോടെ പ്രാർത്ഥിച്ച് കുടുംബത്തോടെ ഉയർന്ന രക്ഷപ്പെട്ട പല അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. പക്ഷേ 1 കൊരിന്തോസ് 1:18 പറയുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഇതെല്ലാം, കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. അവർ കളിയാക്കും, പുച്ഛിക്കും. ഒരു വചനക്കാരൻ, ഒരു പ്രാർത്ഥനക്കാരൻ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിശയിക്കും. പക്ഷേ അങ്ങനെയുള്ളവരെ ദൈവം ഒരു സമയത്ത് വീണ്ടും ഇതുപോലെ ശുശ്രൂഷകരാക്കി തീർത്ത, ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് ഉപയോഗിച്ച നിരവധി അവസരങ്ങളും ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പോൾ 3 വചനങ്ങളാണ് പറഞ്ഞു തരുന്നത്. മടി മാറാൻ, അലസത മാറി പുരോഗതി കിട്ടാൻ. വചനം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഇന്ന് തന്നെ ഇറങ്ങിക്കോ, ഓടിക്കോ, പഠിക്കാനുള്ളതാണെങ്കിൽ പഠിച്ചു എഴുതിയെടുക്കാനുള്ളതാണ് എഴുതിയെടുക്ക്, ട്യൂഷനോ കോച്ചിങ്ങോ വേണമെങ്കിൽ കഷ്ടപ്പെട്ടാലേ ഉയരാനായിട്ട് പറ്റും. ഇപ്പോൾ കൊച്ചി, എറണാകുളം പോലെയുള്ള ഈ സിറ്റികൾ, ഇവിടുത്തെ മാത്രം കാര്യം ഞാൻ പറയുന്നത് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇവിടെ കഷ്ടപ്പെടാതെ ഇവിടെ എല്ലാ മേഖലയിലും ചെലവുകൾ അധികമാണ്. ഒരു വിധത്തിലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് വല്ല ഉൾഭാഗങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകണം. പിടിച്ചു നിൽക്കണം, മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല രീതിയിൽ കുടുംബത്തിലുള്ള എല്ലാവരും കഷ്ടപ്പെടാതെയും വരുമാനമില്ലാതെയും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനേക്കാൾ എത്രയോ ഉയർന്ന സ്ഥലങ്ങളിൽ, നല്ല സെൻറ്ററുകളിലും സ്ഥലങ്ങളിലും ജീവിക്കുന്നവർ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്കും വിറ്റുപെറുക്കിയും കടം വന്നും ജപ്തിയായും പോകാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങുക, ഇന്നെങ്കിലും ആരംഭിക്കുക. ഇല്ലെങ്കിൽ മടിയം മല ചുമക്കും എന്ന് പറഞ്ഞതുപോലെ എല്ലാം പൊക്കി വെച്ചുകൊണ്ടിരിക്കും. അവസാനം ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാകും. ആ മലയുടെ അടിയിൽ കിടന്ന് മടിയം മല ചുമക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ അടിയിൽ കിടന്ന് ചാകുന്നത് പോലത്തെ അവസ്ഥയാകും. അപ്പോൾ 3 വചനം, സുഭാഷിതം 10:22, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ, വരുമാനങ്ങളുടെ മേൽ, അധ്വാനത്തിൻ്റെ മേലുള്ള കടിച്ചമർത്തിയ ദുഃഖവും അലസതയും ബന്ധനങ്ങളും പൈശാചിക പീഡകളും അലസതയും മടിയും എല്ലാം നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 2-ാമത്തെ വചനമാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം
സമ്പാദിക്കും. എന്താണ്? ഉൽപ്പത്തി 3:19. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ കൽപ്പിച്ച ദൈവമേ, ജോലിയെടുത്ത് ജീവിക്കാനും തരുന്ന വരുമാന മാർഗങ്ങളിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കാനും കടം മേടിക്കുന്ന സ്വഭാവം മാറ്റാനും കടം മേടിച്ചത് തിരിച്ചു കൊടുക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കടം മേടിച്ച് കഴിഞ്ഞിട്ട് കൈമുത്തി കാലുമുത്തിയൊക്കെ മേടിച്ചിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ അവരെ പ്രാകുന്ന, അവർ വരുന്നതിനും മടുപ്പ് വിചാരിക്കുന്ന, ചാകും എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും ആശാസ്യമല്ല. കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ മേടിച്ചത്. നമുക്ക് തോന്നുമ്പോൾ കൊടുക്കാമെന്നല്ലല്ലോ പറഞ്ഞത്, കിട്ടിയാൽ കൊടുക്കാമെന്നല്ലല്ലോ പറഞ്ഞത്. കിട്ടുന്നത് വരെ എന്തല്ല, അങ്ങനെയുള്ള അതൊക്കെ ഒരു ബന്ധനങ്ങളാണ്. മറ്റുള്ളവരുടെ ചോരയും നീരും നമ്മൾ ഊറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബാങ്കിൻ്റെ അല്ലെന്ന് പറയും. ബാങ്കിൻ്റെ ആയാലും സർക്കാരിൻ്റെ ആയാലും യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ഈശോ പറഞ്ഞ എന്താണ്? സീസറിനുള്ളത് സീസറിന് കൊടുക്കുക. അതുകൊണ്ട് ബാങ്കിൻ്റെ ആയാലും കൂടപ്പറപ്പിൻ്റെ ആയാലും അവർക്ക് കുറേ ഉള്ളതല്ലേ, ഇത് തന്നെ കിട്ടിയിട്ട് വേണമെന്ന് ചോദിക്കും. മേടിക്കുന്നത് വരെ ഇതൊന്നും പറഞ്ഞില്ലല്ല. അപ്പോൾ അലസതയാണ് വിഷയമെങ്കിലും ഓർക്കുകയാണ്, ഈ പ്രാക്കെത്തിയത് നമ്മൾ അനുഭവിക്കരുത്. പ്രാക്ക് കൂടുതലെത്താതെ തിരിച്ചു കൊടുക്കണം. ആരെയും പ്രാഗം ചെയ്യരുതെന്ന് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് തരാനുള്ളവരോട് കരുണ കാണിക്കണം. അതുപോലെ കൊടുക്കാനുള്ളവരോട് കിട്ടിയാൽ ഉടനെ തരാമെന്ന് സ്നേഹത്തോടെ പറയാനും അവരെ വെറുക്കാതെയും ചീത്ത പറയാതെയും അവരോട് അങ്ങേയറ്റം സഹിഷ്ണുത കാണിക്കാനും എത്രയും പെട്ടെന്ന്. ചിലരുണ്ട് അവരവർക്കുള്ളത് വിൽക്കുകയുമില്ല, വില കൂടാൻ വേണ്ടി നോക്കി ഇരിപ്പോൾ ഹൈവേ വരും മെട്രോ വരുമെന്നും പറഞ്ഞ് അവനവൻ്റെ പോകരുത്. ഇങ്ങനെ പറയും, ഉത്തരത്തിയിരിക്കുന്നത് എടുക്കുകയും വേണം, കഷത്തിയിരിക്കുന്നത് പോവുകയും ചെയ്യരുത്. അതായത് അവനവൻ്റെ വിട്ട് പെരുമാറാൻ ഇച്ചിരി പണിയാ, വല്ലവരുടെയും കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ. അവസാനം 3 ലക്ഷം എടുത്തിട്ട് 30 ലക്ഷം പോയ കഥകളൊക്കെ അറിയാം. അവനവൻ്റെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു, അവസാനം എല്ലാം കൂടെ തുരന്ന് പോയ അത് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കി ആവുക. അതുകൊണ്ട് മനസാന്തരപ്പെട്ട് പരിഹാരം ചെയ്ത് സക്കേവൂസ് പറഞ്ഞതുപോലെ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ഉണ്ടാകട്ടെ. വീണ്ടും യേശയ്യ 61:4, പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. പൂർവാവശിഷ്ടങ്ങൾ അവർ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. പണ്ട് നശിച്ചു പോയ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യ 61:4. കർത്താവേ, ഈ 3 വചനങ്ങളും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായി തീരട്ടെ. ഈ 3 വചനങ്ങളും വെച്ചു പ്രാർത്ഥിക്കുമ്പോൾ സുഭാഷിതം 10:22, ഉൽപ്പത്തി 3:19, യേശയ്യ 61:4 ഈ വചനങ്ങൾ പറഞ്ഞും എഴുതിയും പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാസക്കാലം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. കേട്ട കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇനി കയറി ഇരുന്നിട്ട് കാര്യമില്ല. സക്കേവൂസ് യേശു വിളിച്ചപ്പോൾ സിക്കമോർ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഊർന്ന് ഇറങ്ങി, വേഗത്തിൽ തിടുക്കത്തിൽ അവൻ ഇറങ്ങി വന്നു. അവൻ തിടുക്കത്തിൽ കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് നയിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. ഇതുപോലെ ഇനി നോക്കിയിരിക്കാൻ സമയമില്ല, മാറ്റം വരുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ തിരക്തത്താലെ ഞങ്ങളെ കഴിയണേ, തിരക്ത അഭിഷേകം ചെയ്യും. യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ, പുത്തൻ അഭിഷേകം തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത മറിയമേ, ഈ വചനങ്ങളാൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാം അഭിഷേകം, അലസതയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, പുതിയ വഴികൾ തുറന്നു തരണമേ. ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അന്വേഷണങ്ങളെ അവിടുന്ന് വിജയിപ്പിക്കണമേ. കിട്ടുന്നത് ചെറുതായാലും ജോലിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് എരന്നു ഭക്ഷിക്കാതെ ഇവരുടെയും കാരുണ്യം കാത്തിരിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ചെറുതായാലും കിട്ടിയതിന് നന്ദി പറഞ്ഞ് കണ്ടെത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ചെറുതിൽ നിന്ന് ആരംഭിച്ച് വലുതായി തീരാനുള്ള അനുഗ്രഹം ഇവർക്കുണ്ടാകട്ടെ. വലുത് തന്നെ നോക്കിയിരിക്കാതെ അക്കരെ നിന്ന് അക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ വിദേശത്ത് മാത്രം നോക്കിയിരിക്കുന്നവരുണ്ട്. കർത്താവേ, നാട്ടിലും പല ജോലികളും ചെറുതെങ്കിലും ഉണ്ടല്ലോ. ഒന്ന് കിട്ടുന്നത് വരെ ഉള്ളതിൽ നിലനിൽക്കാനും പുതിയത് തേടി നാട്ടിലെങ്കിലും കണ്ടുപിടിച്ച് ജോലിയെടുക്കാനുള്ള കൃപ കൊടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ കൃപ 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 കൃപ. തൊഴിലാളികളുടെ മധ്യസ്ഥന വിസ ഔസേ പിതാവേ, നസ്രത്തിൽ തച്ചൻ്റെ ജോലി ചെയ്ത ഈശോയെ ഞങ്ങൾക്ക് മാതൃകയായിരിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഔസേ പിതാവിൻ്റെ മധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകണമേ. യേശുവേ കരുണ തോന്നണമേ. നിത്യം പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിലും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ലൈക്കുകൾ അയക്കുക, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഷെയർ ചെയ്ത് സുവിശേഷ പ്രേക്ഷിത ശുശ്രൂഷയിൽ പങ്കുകാരാകാം. ഉണ്ണാൻ കൊടുത്തില്ലെങ്കിൽ ഊട്ടുപര കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതുപോലെ നമ്മളിത് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് വഴി തുടർന്നുള്ള ശുശ്രൂഷകൾ ലഭിക്കാനും മറ്റനേകർക്ക് ഈ പ്രേക്ഷിത വേലയിൽ പങ്കുകാരാകാനും ഇതുവഴി ഇടയാകും. അങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങൾ, അനുഭവങ്ങളൊക്കെ പലരും എന്നെ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നില്ലായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഈ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഈ ഷെയർ വഴി പലർക്കും അത് ഗുണപ്രദമായി തീരുന്നുണ്ട്. പലരും എന്നെ വിളിക്കുന്നുണ്ട്, കമൻറ്റുകൾ അയക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നുണ്ട്, വരുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ ആത്മന എല്ലാവരെയും കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കുന്നു. അങ്ങനെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.